ഇത് തിരുവനന്തപുരം പുത്തൻതോപ്പ് സ്വദേശിയായ റിജോ ജോർജ്. കൊട്ടാരക്കരയ്ക്കടുത്ത് അപ്രതീക്ഷിതമായി നേരിട്ട വാഹനാപകടം. ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട നിമിഷങ്ങൾ. അത്യാഹിത വിഭാഗത്തിൻ്റെ ഇടനാഴികളിലെ കണ്ണീർ പ്രാർത്ഥനകൾക്ക് ഒടുവിൽ ദൈവം മറുപടി നൽകിയ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് റിജോ ജോർജ്. പ്രയാസഘട്ടങ്ങളെ ദൈവാശ്രയത്താൽ അതിജീവിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ സാക്ഷികൂടാരത്തിൻ്റെ പ്രേക്ഷകരിലേക്ക്. നമ്മളെല്ലാവരും ദൈവത്തെ കണ്ടുമുട്ടുന്നത് പല രീതിയിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനും ദൈവത്തെ കണ്ടുമുട്ടിയത് എൻ്റെ പ്രത്യേകമായ വേദനയുടെ വിഷമത്തിൻ്റെ ഘട്ടത്തിലാണ് ദൈവം എന്നോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. ഇന്നേക്ക് 1.5 വർഷത്തിന് മുന്നേ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു അപകടം സംഭവിക്കുവാനിടയായി. ഞാൻ അടൂരിൽ നിന്നും തിരുവനന്തപുരത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്ക് യാത്രയ്ക്കിടയിൽ പെട്ടെന്നുണ്ടായ ഒരു അശ്രദ്ധ മൂലം എനിക്ക് അപകടം സംഭവിക്കുവാനിടയായി. ആ സമയം എൻ്റെ ഇടത് കരം പൂർണ്ണമായി അറ്റുപോകുന്ന അവസ്ഥയിലേക്ക് വരുവാനിടയായി. അപകടം പറ്റി ഞാൻ കിടക്കുന്ന സമയം അവിടുത്തെ ദേശനിവാസികൾ, അതൊരു വെളുപ്പാങ്കാലമാകയാൽ അല്പം കുറച്ച് പേര് മാത്രമായിരുന്നു എനിക്ക് ചുറ്റും വന്നത്. എന്നാൽ അവരാരും ഇത്രയും വലിയൊരു അപകടം കണ്ടതുകൊണ്ട് അവർക്ക് സഹായിക്കുവാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള മനസ്സ് കാണിക്കാതെ ചില സമയങ്ങൾ ആ റോഡിനരികിൽ കിടക്കേണ്ടതായ സാഹചര്യം വരുവാനിടയായി. ആ സമയം മറ്റാരും സഹായത്തിനില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയം, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് അപ്രകാരം ജീവിച്ച എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി ക്രിസ്തു ആരാണെന്നോ ദൈവം എന്താണെന്നോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി രുചിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന്. ഒരു മനുഷ്യൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നോ അപ്രകാരമെല്ലാം ഞാനും ചിന്തിച്ചു കൂട്ടുവാനിടയായി. കേവലം ഒരു മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു യുവാവെന്ന രീതിയിൽ ഞാനും എൻ്റെ മനസ്സിൻ്റെ അകത്ത് പല ചിന്തകളും വന്നു. അടുത്ത നിമിഷം ഞാൻ ഈ ലോകത്തിൽ നിന്ന് കാണുകയില്ല എന്ന് പൂർണ്ണമായി ചിന്തിച്ചൊരു സമയമായിരുന്നു അത്. ആ സമയത്ത് മറ്റാരും സഹായിക്കുകയില്ല. ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, അബോധാവസ്ഥയിലേക്ക് ഞാൻ പോകേണ്ടതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് ഞാൻ പറയുവാനിടയായി. ഇതെല്ലാം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കരം നോക്കുമ്പോൾ അത് പൂർണ്ണമായി അതിൻ്റെ അകത്ത് നിന്ന് രക്തം വാർന്നു പോകുന്നതായി എനിക്ക് കാണാം. ഉടനെ ഒരു മനസ്സിൻ്റെ അകത്തൊരു പ്രത്യേകമായൊരു ബലം തോന്നുകയും സ്വന്തം കരം ഞാൻ തന്നെ എടുത്ത് ചേർത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറി അടുത്തുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. അവിടുത്തെ പ്രാഥമിക ശുശ്രൂഷകൾ ചികിത്സകളൊക്കെയും കഴിഞ്ഞതിന് ശേഷം നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകാനിടയായി. മെഡിക്കൽ കോളേജിൽ എത്തിയ എന്നെ അവിടുത്തെ ഡോക്ടർമാർ മാറി മാറി നോക്കുവാനിടയായി. പല വിഭാഗത്തിലുള്ള ഡോക്ടർമാർ എന്നെ സമീപിച്ചു. അവരെല്ലാം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയം എൻ്റെ അരികത്ത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പിതാവും മറ്റ് ചില സഹോദരങ്ങളും എൻ്റെ അടുത്തുണ്ട്. എന്നാൽ ആ ഒരു സമയം എന്നോട് ഡോക്ടർമാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ താൽക്കാലികമായി ഒരു സർജറി ചെയ്യാൻ പോവുകയാണ്. അത് പ്ലാസ്റ്റിക് സർജറിയാണ്. നിങ്ങളുടെ കരം ഞങ്ങളിപ്പോൾ ചേർത്ത് വയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷേ നാളെ ഈ കരം ഒരു സ്വാധീനമുള്ളതായോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കരം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് അവർ എന്നോട് പറയുവാനിടയായി. എന്നാൽ അപ്പോഴത്തെ ചിന്തയിൽ നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എൻ്റെ പിതാവ് അടക്കം അതിന് ഒപ്പിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി സർജറികളെല്ലാം പൂർത്തീകരിച്ചു. ഹോസ്പിറ്റലിൽ തന്നെ റൂമിലേക്ക് വന്നതിന് ശേഷം ഡോക്ടർമാർ മാറി മാറി അവർ വന്ന് നോക്കുന്നുണ്ട്. എൻ്റെ കരത്തിൻ്റെ അകത്ത് ഒരു വലിയൊരു ബാൻഡേജ് ചുറ്റി അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കരത്തിൽ അവർ ട്രിപ്പും മറ്റു കാര്യങ്ങളും കയറ്റുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഇരു കരങ്ങളും എനിക്ക് ചലിക്കുവാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള ചോദ്യം ഞാൻ മനസ്സിലോട്ട് ചോദിക്കുവാനിടയായി.
ദൈവമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരത്ഭുതം ചെയ്യണമെന്ന് ഞാൻ ആവർത്തിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പറയുവാനിടയായി. അപ്രകാരം പറഞ്ഞതിൻ്റെ ശേഷം ചില ആഴ്ചകൾ കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ ഭവനത്തിൽ വന്നു. ഈ വലിയൊരു കെട്ട് എൻ്റെ കരത്തിൻ്റെ അകത്തുള്ളതുകൊണ്ട്, പ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് കരത്തിൻ്റെ കാര്യങ്ങളൊന്നും എങ്ങനെയാണ് മുന്നിലോട്ട് കരം ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളിലും ദൈവിക കരുതലും സംരക്ഷണവും തിരിച്ചറിഞ്ഞ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് റിജോ. വീണ്ടും രണ്ടാമത്തെ മാസം അടുത്ത ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആ കെട്ടെല്ലാം അഴിച്ച് അത് പുറത്തെടുത്തതിന് ശേഷം പറഞ്ഞു, അവർ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എന്നോടൊരു മറുപടി പറയുവാനിടയായി. എൻ്റെ വയസ്സ് ചോദിച്ചു. അന്ന് എനിക്ക് 24 വയസ്സാണ്. എന്നോട് ചോദിച്ചു, നീ ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷേ നിൻ്റെ ഇടത് കരം ഇനി നിനക്ക് പൂർണ്ണമായി ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാതെ ഒരു സ്വാധീനമില്ലാത്ത കരമായി നിൻ്റെ ജീവിതകാലം മുഴുവനും മുന്നിലോട്ട് കൊണ്ടുപോകണം. വാഹനം ഓടിക്കാനോ മറ്റൊരു കാര്യങ്ങൾക്കും നിനക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു സിറ്റുവേഷനായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള, അതും പ്രത്യേകിച്ച് ബൈക്കിൽ ഇരുചക്ര വാഹനത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇനി മുതൽ എൻ്റെ മുന്നിലോട്ടുള്ള ജീവിതം എങ്ങനെയായിത്തീരും, ഒരു വികലാംഗനായി എൻ്റെ ജീവിതം മുന്നിലോട്ട് പോകുമോ എന്നുള്ള ആശങ്കയോടെ ആരോടും പറയാതെ ഭവനത്തിൽ വന്ന് എൻ്റെ മാതാവിനോടോ എൻ്റെ പിതാവിനോടോ പറയാതെ വളരെയധികം വിഷമത്തിലൂടെ ഇരിക്കുന്ന സമയം ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കരം തിരിച്ചു തരികയാണെങ്കിൽ ഇന്നലകളിൽ ഞാൻ ജീവിച്ച ഒരവസ്ഥയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന എപ്രകാരമാണോ എന്നോട് പറയുന്നത് അപ്രകാരം ജീവിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു സമ്മതത്തോടെ ഒരു പിതാവിനോട് ഒരു മകൻ പറയുന്നത് പോലെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നും വിഷമത്തിൻ്റെ അകത്ത് നിന്ന് ജീവനുള്ള ദൈവം എന്നെ വിടുവിക്കുമോ, ഞാൻ പഠിച്ചതും ഞാൻ അറിഞ്ഞതുമായ ഈ ദൈവം എന്നെ രക്ഷിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ ദൈവത്തോട് ആവർത്തിയായി ചോദിച്ച് അന്നത്തെ ദിവസം തീർക്കുവാനിടയായി. ആ ദിവസം അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വലിയ സ്റ്റെത്ത് ഇട്ടിട്ടുണ്ട്. അത് ഊരാനും നമുക്ക് തിരിച്ചു വയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ള സ്റ്റെത്താണ്. അത് ഊരി വെച്ചതിന് ശേഷം എൻ്റെ വിരലുകൾ ഞാൻ അനക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും വിരലുകൾ അനങ്ങുന്നില്ല. പൂർണ്ണമായി എല്ലാം സ്റ്റിഫായിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ വീണ്ടും ഞാൻ ചില ദിവസങ്ങളും കൂടെ പതുക്കെ ചെയ്യുവാനിടയായി. ഒന്നാമത്തെ കാര്യം, എൻ്റെ കൈ മുഴുവനും മരവിച്ചിരിക്കുന്നത് കൊണ്ട് ചൂടുവെള്ളം വെച്ചുകൊണ്ട് വല്ലം നമുക്കങ്ങനെ ആ സഹായത്തോടുകൂടെ നമുക്ക് വിരലുകളൊന്നും ചലിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കൈവിരലുകൾ അനക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡോക്ടർമാർ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ തണുപ്പോ എന്തെങ്കിലും വെച്ചതിന് ശേഷം പതുക്കെ കൈ അനക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഐസ് കട്ടകളും അങ്ങനെയൊക്കെ വെച്ച് ഞാൻ നോക്കിയിട്ടും ഒരു രീതിയിലും എൻ്റെ വിരലുകളോ എൻ്റെ കരമോ പൂർണ്ണമായി അനങ്ങുന്നില്ല. ഏകദേശം 3 മാസത്തോളം ആയതിനു ശേഷം എൻ്റെ കൈയുടെ ആ മുറിഞ്ഞ ഭാഗത്ത് നിന്നും, അതായത് മസിലിൻ്റെ താഴോട്ടുള്ള ഭാഗമെല്ലാം താനെ ശോഷിച്ച് അസ്ഥിയും തൊലിയും മാത്രമായുള്ള അവസ്ഥയിലേക്ക് എൻ്റെ കരം പോകുവാനിടയായി. അതിനുശേഷം വീണ്ടും ഞാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ചെറുതായിട്ട് വിരലുകൾ അനങ്ങുന്നതായി കാണാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ഒന്നുമില്ലാത്തൊരു പ്രതീക്ഷ അന്ന് ആരംഭിക്കുവാനിടയായി. അന്നത്തെ ഡോക്ടർമാർ പറഞ്ഞതിനെല്ലാം വിപരീതമായ കാര്യങ്ങൾ എൻ്റെ കരങ്ങളിൽ സംഭവിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുവാനിടയായി. ഒന്നും കൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ ആർട്ടറി നെർവ് കട്ടായിപ്പോയി, അതൊരു ആർട്ടിഫിഷ്യൽ ആർട്ടറി നെർവാണ് എൻ്റെ കരത്തിലിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൂടെ ഈ നെർവ് കിളിച്ചു വരണമെങ്കിൽ, അതായത് ഒരു ദിവസം 1 മില്ലി വെച്ച് ഈ നെർവ് ഗ്രോ ചെയ്യത്തുള്ളൂ. അങ്ങനെ പൂർത്തീകരിക്കണമെങ്കിൽ അവരൊരു കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഏകദേശം 1 വർഷമാണ്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാൻ. ഇനിയും കേവലം ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കരം അനക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു സർജറിയും കൂടെ ചെയ്യണം. അത് കുറച്ച് വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ മസിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട്
കരത്തിൽ വെച്ച് അങ്ങനെ ഒരു സർജറി ചെയ്തെങ്കിലേ ചെറുതായിട്ടെങ്കിലും അനക്കാൻ കഴിയുമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞതിന് വിപരീതമായി എൻ്റെ കരങ്ങൾ ഏകദേശം ആഴ്ചകൾക്കകത്ത് കരം അനങ്ങുവാനിടയായി. അതെൻ്റെ ഭവനത്തിലുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. എല്ലാവരും കാണുന്നവരെല്ലാം എന്നോട് പറയുന്നൊരു കാര്യം, ഇത് മെഡിസിൻ കൊണ്ടൊന്നും നടന്നൊരു കാര്യമല്ല, ഇത് നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതാണ്. അന്നു മുതൽ ഞാൻ ദൈവത്തെ കൂടുതലായി, ഇന്നലെ വരെ ഞാൻ ദൈവത്തെ ആരാധിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ അറിഞ്ഞതായ സത്യത്തിൽ മുന്നോട്ട് പോയിരുന്നെങ്കിലും അന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി അധികം മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. ഞാൻ കൂടുതലായി ദൈവത്തെ വിശ്വസിച്ചു. ഏകദേശം 1 മാസം തീരുന്നതിന് മുന്നേ എൻ്റെ കരം പൂർണ്ണമായി സൗഖ്യമാകുവാനിടയായി. ഞാൻ വാഹനം ഓടിക്കാൻ തുടങ്ങി, ഞാൻ വെയിറ്റ് എടുക്കാൻ തുടങ്ങി. ഡോക്ടറിനെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കും ആശ്ചര്യമായി. എന്നെ നോക്കിയ ഡോക്ടർ, ഇന്നും എനിക്ക് ആ ഡോക്ടറിൻ്റെ പേര് ഓർമ്മയുണ്ട്, ചാൾസ് എന്നാണ് ആ ഡോക്ടറിൻ്റെ പേര്. ആ ഡോക്ടർ എൻ്റെ കരം കണ്ടിട്ട്, ഞാൻ അനക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾ ചെയ്ത സർജറിക്കകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. എന്നിട്ട് എന്നെ അദ്ദേഹം ഒത്തിരി അധികം പേരെ, എന്നോട് കൂടെ ചികിത്സയ്ക്ക് വന്നതായ നിരവധി പേരുണ്ട്, എന്നേക്കാൾ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, ഇവരെ എല്ലാം കരം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് വർഷങ്ങളായ സംഭവമാണ്, ഇന്നും അവർ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവർക്ക് കരമൊന്നും അനക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇത് നീ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് നിന്നെ വിടുവിച്ചു എന്ന് പറയുവാനിടയായി. അത് കേട്ട് ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ടുള്ള ജീവിതം പോയി. എന്നാൽ ഈ സമയത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സംഭവം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം എന്നെ രണ്ടാമത് സന്ദർശിച്ച കാര്യമാണ്. എന്നാൽ ഒന്നാമത് ദൈവം എന്നോട് ഇടപെട്ട ഒരു സമയമുണ്ട്. അത് എൻ്റെ BSc ഫോറൻസിക് വിദ്യാഭ്യാസം കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഞാൻ അടുത്തതായി MSc ഫോറൻസിക് സയൻസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. പക്ഷേ അത് ഒരു സാധാരണ കേൾവിയായിട്ട് ഞാൻ എടുത്തു. ആവർത്തിയായി രണ്ടാമതും എന്നോട് സംസാരിക്കുന്ന ഇടയായി. എന്നാൽ ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു അത്ഭുതകരമായി. കാരണം ഇന്നലെ വരെ ഞാനിങ്ങനെ ദൈവം ഒരാളോട് സംസാരിക്കുമെന്നൊക്കെ കേൾവിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായനയിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ഹൃദയത്തിൽ ആദ്യം എനിക്ക് തോന്നി, ഇതൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഓരോ ചിന്തകളും ഭ്രാന്തുകളും എന്നൊക്കെയാണ്. പക്ഷെ പിന്നെയും ആ കേൾവിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുവാനിടയായി. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സ്വഭാവത്തിനൊക്കെയും ഒത്തിരി വ്യത്യാസം വരുവാനിടയായി. അങ്ങനെ MSc ഫോറൻസിക് സയൻസിന് വേണ്ടി മുന്നിലോട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഇടപെടുകയും ആ ദൈവത്തോട് ഞാൻ പൂർണ്ണമായി വിധേയപ്പെട്ട് യേശുക്രിസ്തുവിനെ പൂർണ്ണ രക്ഷിതാവായി സ്വീകരിക്കുകയും തുടർന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനായി മുന്നിലോട്ട് ജീവിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ സെമിനാരി വിദ്യാഭ്യാസം തുടരുവാനിടയായി. എന്നാൽ സെമിനാരിയിൽ ചെന്നെങ്കിലും അതൊരു അബദ്ധമായി പോയല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ ചില നാളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അപകടം എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഈ ക്രിസ്തു നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, രോഗശാന്തി തരുന്നൊരു ദൈവം എന്നൊക്കെ എല്ലാവരും പറയുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ആ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാനും ഇന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു സുവിശേഷ വേലയ്ക്കോ മിഷണറിയായോ ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിച്ചവനല്ല ഞാൻ. കാരണം എൻ്റെ പിതാവ് ഒരു മിഷണറിയാണ്, ഒരു സുവിശേഷകനാണ്, കൊട്ടാരക്കര സ്വദേശിയാണ്. എൻ്റെ മാതാവ് പത്തനംതിട്ട കോന്നിയിലുള്ളതാണ്. ഞാൻ ജനിച്ചത് കോന്നിയിലാണ്. എന്നാൽ എൻ്റെ ചെറുപ്രായം മുതൽ, അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ പിതാവ് ഈ തിരുവനന്തപുരം ദേശത്ത് കോസ്റ്റൽ ഏരിയയിൽ വന്ന് നിരവധി ഭവനങ്ങൾ കയറിയിറങ്ങി താൻ അറിഞ്ഞ സത്യം പലരോടും പറയുവാനും പല സഭകളും സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഞാൻ ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്തുക്കളോ എനിക്ക് സഹോദരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ചാർച്ചക്കാരോ ഒന്നുമില്ലാതെ ഒരൊറ്റപ്പെട്ട ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ വളർന്നു വന്നതുകൊണ്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല, ഇനിയും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടൊരു ജീവിതമുണ്ടെങ്കിൽ ഈ പിതാവ് തിരഞ്ഞെടുത്ത വഴി ഞാൻ ഒരിക്കലും തിരഞ്ഞെടുക്കത്തില്ല. അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മുന്നിലോട്ട് എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ നല്ലപോലെ പഠിച്ച് നല്ല ഉദ്യോഗസ്ഥനായി നല്ല പൈസ വാങ്ങി അല്ലെങ്കിൽ നല്ല പോലെ ജീവിതം മുന്നിലോട്ട് കൊണ്ടുപോകണമെന്ന് എൻ്റെ കുഞ്ഞിലേ മുതൽ ഞാൻ ആഗ്രഹിച്ച് ദൃഢമായി അതെൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രതിഷ്ഠിച്ച് ഞാൻ മുന്നിലോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്
അങ്ങനെ ചിന്തകളും അങ്ങനെയുള്ള തീരുമാനങ്ങളും എടുക്കുവാൻ ഒത്തിരിയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകളും സുഹൃത്തുക്കളില്ലായ്മ, അങ്ങനെയുള്ള പല വിഷമ അനുഭവങ്ങളുണ്ട്. അതിലുപരിയായി പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചതൊന്നും ലഭിക്കാത്ത അവസ്ഥകളുണ്ടായിരുന്നു. ഒത്തിരിയധികം ദാരിദ്ര്യത്തിൻ്റെയും അല്ലെങ്കിൽ ആഗ്രഹിച്ച നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയാത്ത പല അവസ്ഥകളും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നത്തതിൽ ഞാൻ മനസ്സിലാക്കി, ഈ ലോകത്തിലെ വലിയ വലിയ സുഖങ്ങളോ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളോ അല്ല ദൈവത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലം നമുക്കറിയാം, എല്ലാവരും നിരീശ്വരവാദികളായി അല്ലെങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മളുള്ളത്. അവരെല്ലാം പറയുന്നത്, ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നേരിട്ട് കാണണം, കണ്ടെങ്കിൽ മാത്രമേ അവർ ദൈവത്തെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഞാനും അപ്രകാരം എൻ്റെ ചിന്തകളിലും നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പോലെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എനിക്കും കാണണം, ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം, ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യണം. ഈ ചോദ്യത്തിനെല്ലാം മറുപടിയായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്രയും വലിയ വിഷമങ്ങൾ വന്ന ഘട്ടത്തിൽ ദൈവം എനിക്ക് സഹായകനായി എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇറങ്ങി വരികയും യഥാർത്ഥ ദൈവം ആരാണെന്നും എന്താണെന്നും തെളിയിക്കുവാനിടയായി. യേശു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതുപോലെ യേശു ക്രൂശിൽ മരിച്ച് 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ ചീന്തി തൻ്റെ ആ മരണം മനുഷ്യൻ്റെ മുഴുവനും രക്ഷയ്ക്കായി വിടുതലിനായി താൻ മരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദൈവം എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് നമ്മുടെ വേദനയുടെ നടുവിലാണ്. എൻ്റെ അപകട സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മെ സഹായിക്കുവാൻ മറ്റാരോ, നമ്മുടെ സുഹൃത്തുക്കളോ, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ആരും ആ സമയം കാണണമെന്നില്ല. ഒരൊറ്റപ്പെട്ട സമയത്ത്, വേദനയോടെ ഇരിക്കുന്ന സമയത്ത് ആണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. പല ദിവസങ്ങളും പല രാത്രികളും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ അതിവേദനയോടെ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവം പലപ്പോഴും അടുത്തു വന്ന് സംസാരിക്കുന്നതായി. അതൊരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു വലിയ രാജാവായിട്ടോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഒരു സുഹൃത്തായി പലപ്പോഴും വന്ന് സംസാരിക്കുന്നത് എനിക്ക് അനുഭവപ്പെടുവാനിടയായി. ബൈബിൾ വായിക്കുന്നതിലൂടെയും വചനധ്യാനത്തിലൂടെയൊക്കെയും എനിക്ക് മനസ്സിലാക്കിയത് ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിക്കുന്നതായി തോന്നുവാനിടയായി. ഒരു പുസ്തകം വായിക്കുന്ന ഒരു ലാഭത്തോട് അല്ല ഒരിക്കലും ബൈബിൾ വായിക്കുന്നതും അല്ലെങ്കിൽ വചനം ധ്യാനിക്കുന്നതൊന്നും അപ്രകാരമായിരുന്നില്ല. അതെല്ലാം എന്നോട് പേഴ്സണലായി എന്നോട് സംസാരിക്കുകയും എന്നോട് ഇടപെടുകയും ചെയ്യുന്നതായി പലപ്പോഴും അനുഭവപ്പെടുവാനിടയായി. ഈ നിമിഷം എനിക്ക് ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അകത്ത് പല സാഹചര്യത്തിൻ്റെ അകത്തും നമ്മൾ ഒറ്റപ്പെടലുകളും വേദനകളും പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അസാധ്യമായി എന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും ഒരിക്കലും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇത് സാധിക്കുകയില്ല എന്ന് നമ്മൾ മുന്നിൽ തീരുമാനമെടുക്കുമ്പോൾ, എല്ലാവരും നമ്മളെ നോക്കി പറയുമ്പോൾ ഇത് നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ലഭിക്കത്തില്ല, നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, നീ ഒരു തോൽവിയായി ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുമെന്ന് എല്ലാവരും നമ്മളെ മുദ്ര കുത്തുമ്പോൾ, എല്ലാവരും നമ്മളോട് അപ്രകാരമായി തീരുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ആ സമയത്ത് നമ്മളോട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇതിന് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ദൈവത്തെ മാത്രം ഒന്ന് എന്നെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ, എന്നോടൊന്ന് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മളൊന്ന് ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ഇടപെട്ടത് അപ്രകാരമാണ്. ഒരു സാധാരണ രീതിയിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ചതേ ഉള്ളൂ. വലിയ പ്രാർത്ഥനയായിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി അധികം എന്നെ ആ വിഷമഘട്ടത്തിൽ നിന്നും മാറ്റുകയും മാത്രമല്ല, അസാധ്യമായിരുന്ന, ഒരിക്കലും ഈ കരം ചലിക്കത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതിനെ തിരുത്തിക്കൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വിടുതൽ ചെയ്യുവാനിടയായി. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിലും ഇന്നും എനിക്ക് പറയാൻ കഴിയുന്നത്, ഇന്നും എന്നോട് കൂടെ ദൈവം ഇരുന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം സഹായകനായി കൂടെ വരുന്നതാണ്. ഒരു അദർശ്യനായ ദൈവമായിരിക്കാം, നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയുന്നു. നമ്മളൊരു വായു ശ്വസിക്കുന്നുണ്ട്, വായുവിനെ നമ്മൾ എടുത്തു വിടുന്നുണ്ട്. ഒരിക്കലും നമുക്ക് വായുവിനെ കാണുന്നില്ല, ഓക്സിജനെ കാണുന്നില്ല, പക്ഷേ അത് നമ്മൾ അനുഭവിക്കുന്നു, അത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ കാണാൻ കഴിയത്തില്ല, പക്ഷേ അത് അനുഭവിക്കാൻ കഴിയുന്നതാണ്.
ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചതിന് ആധാരമായി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് എന്നുള്ളത്. ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അത് എല്ലാ മതസ്ഥരും നിരീശ്വരവാദികളും എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്. അതിനൊത്തിരിയധികം സയൻറ്റിഫിക്കൽ അല്ലെങ്കിൽ ഒത്തിരിയധികം ഹിസ്റ്റോറിക്കൽ, ആർക്കിയോളജിക്കൽ എല്ലാ എവിഡൻസും നമുക്ക് കാണാൻ കഴിയും ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചതായി. പക്ഷേ ഈ ക്രിസ്തു ലോകത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്നാൽ ഇന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടോ എന്നാണ്. ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് കാര്യമില്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ക്രിസ്തു വന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്തു വരുമ്പോഴാണ് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അതിശയങ്ങൾ നടക്കുന്നത്. വചനത്തിൽ തന്നെ ഒത്തിരിയധികം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതമാണ് കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത്. അത് ആ ഭവനത്തിൻ്റെ അകത്തുള്ള അന്നത്തെ അവരുടെ ആ കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു ആചാരമായിരുന്നു അവർക്ക് വീഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്നാൽ ആ ഭവനത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, അവർ വിഷമത്തിലേക്ക് ചെന്നപ്പോൾ, വിളിച്ച വിരുന്നുകാർക്ക് അവർക്ക് കൊടുക്കുവാൻ ഇനി മുന്നിലോട്ട് ഒരു വഴിയും ഇല്ലാതിരുന്നപ്പോൾ അവർ ക്രിസ്തുവിനെ ആശ്രയിക്കുകയും ക്രിസ്തു ആ വിഷയത്തിന് പരിഹാരം വരുത്തുകയും ചെയ്തു. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, നിരവധി സൗഖ്യങ്ങൾ നടത്തിയതായി നമുക്ക് യേശുവിനെ പറ്റി കാണാൻ കഴിയുന്നു. സൗഖ്യം കൊടുക്കുക മാത്രമല്ല, രോഗശാന്തി കൊടുക്കുക മാത്രമല്ല, അതിനപ്പുറമായി നമുക്ക് കാണാൻ കഴിയുന്നു മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു പ്രകാരം സംഭവമാണ് ലാസറിനെ പറ്റി പറയുന്നത്. ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ യേശു പോയതായിട്ട് അവിടെ കാണുന്നില്ല. യേശു രണ്ടാമതായി ലാസറിൻ്റെ സഹോദരിയായിരിക്കുന്ന മാർത്തയും മറിയയും ആളെ അയച്ച് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, ലാസർ മരിച്ചുപോയി. അപ്പോഴും യേശു ആ ഭവനത്തിൽ ചെല്ലുന്നില്ല. എന്നാൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിൻ്റെ ശരീരം കാണുവാൻ വേണ്ടി യേശു ആ കല്ലറയുടെ അടുക്കൽ വരുന്നു. എന്നിട്ട് മാർത്തയോടും മറിയോടും പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അന്നവർ വിശ്വസിച്ചു. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചതായ ലാസറിനെ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞു. ഒരിക്കലും ഒരു യേശു വസിക്കുന്നത് പുണ്യസ്ഥലങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഒന്നുമല്ല. യേശു യഥാർത്ഥമായി വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താണ്. ആ ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും, ആ യേശുവിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള കുറവുകളെ പരിഹരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധികൾ ഏറെ നേരിട്ട ഈ ദൈവഭൃത്യൻ ദൈവഹിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ആത്മീക നിയോഗങ്ങൾക്ക് മുൻപിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശു എന്നെ അനുദിനം നടത്തിയിടും.